എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് lbstvpm@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് 20/7/2024 വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏത് വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് LBSനെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ അറിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പർ എന്നിവയും, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു PDF രൂപത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി അതിനോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള LBS സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ LBS സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്രോസ്പെക്ടസിൽ ഏറ്റവും അവസാനത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് അതായത് ഓരോ കോളേജിൻ്റെ, അതായത് കോളേജല്ല LBSൻ്റെ ഓരോ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിൻ്റെ ഏകദേശം അതായത് 75ാമത്തെ പേജിലായിട്ടാണ് ഈ ഒരു കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ജസ്റ്റ് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സെൻറ്ററിൻ്റെ നമ്പർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഇത്രയും സെൻറ്റേഴ്സിൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെൻറ്ററിൽ, അതായത് ഒരു ജില്ലയിലെ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്തൊരു ജില്ലയിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പ്രോസ്പെക്ടസിൽ ഏകദേശം 75ാമത്തെ പേജിലാണ് ഈ ഒരു കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു കോൺടാക്റ്റ് എസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു നിങ്ങളുടെ റാങ്ക് 1 അതുപോലെ റാങ്ക് 2 നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് റാങ്ക് 2 നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ള BASLP കോഴ്സാണ്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് 2 അഡ്മിഷൻ കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള, അതായത് ഈ ഒരു 6ാമത്തെ കോഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാവിധ കോഴ്സുകളും, അതായത് ഈ ഒരു 1 തൊട്ട് ബാക്കിയുള്ള 12 വരെയുള്ള കോഴ്സുകളിലും നിങ്ങൾക്ക് റാങ്ക് 1ൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ്, അതായത് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ ഈ ഒരു ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ കാർഡിയോ വസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, അതായത് ബാച്ചലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജിയാണ്, അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ ന്യൂറോ ടെക്നോളജി എന്നിങ്ങനെയുള്ള ബാച്ചലർ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ബാക്കിയുള്ളത് ആ ഒരു റാങ്ക് 1 വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ നടത്തുന്നത്. റാങ്ക് 2 വെച്ചിട്ട് BASLP കോഴ്സിലേക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഡയാലിസിസ് ടെക്നോളജിക്ക് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് നിലവിൽ SPMA ഇതിൻ്റെ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ, അതായത് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഈ ഒരു ജൂലൈ 25ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസാണ് നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയാലിസിസ് കോഴ്സ്, അതായത് ഡയാലിസിസ് ടെക്നോളജി കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ SPMA നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡയാലിസിസ് ടെക്നോളജി ഏകദേശം 2 കോളേജിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിച്ച് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ പ്രോസ്പെക്ടസ് വഴി മനസ്സിലാക്കുക. അതായത് SPMA എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ ആ ഒരു പേജ് നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, അതായത് ആ ഒരു വെബ്സൈറ്റിൻ്റെ ID ഈ ഒരു ചാനലിൻ്റെ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് അതുവഴി നിങ്ങൾക്ക് ആ ഒരു SPMA വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയും കോഴ്സുകളിലേക്കാണ്, അതായത് ഈ ഒരു ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BASLP കോഴ്സിലേക്ക് മാത്രമാണ് ഈ ഒരു റാങ്ക് 2 അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കിയുള്ള ഈ ഒരു 12ൽ ബാക്കി 11 കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു റാങ്ക് 1ൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ആ റാങ്ക് 1 ഏതിലാണ് അഡ്മിഷൻ കിട്ടുക എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് രജിസ്ട്രേഷൻ IDയുടെ കാര്യം. അപ്പോൾ നിങ്ങൾക്കിവിടെ കോൺടാക്ട് എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളെയും ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക്
ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടുള്ളവർ, അത് താൽക്കാലികമായി റിജക്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആദ്യം ആക്സെപ്റ്റഡ് ആയിരുന്നു നോക്കുന്ന സമയത്ത് ഇപ്പോൾ റിജക്റ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾ LBS സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് പരിഹരിക്കാനായിട്ട് LBS സെൻറ്ററിൽ ഇമെയിൽ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട്, അതായത് അലോട്ട്മെൻറ്റില്ല ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അതായത് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ ഐഡിയും എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു LBS വെബ്സൈറ്റിലെ സൈഡിലായിട്ടുള്ള ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഓർ രജിസ്ട്രേഷൻ ID ഓർ ചലാൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ ഇവ 3 ഇവിടെ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും നൽകാനുള്ള പേജ് വരും. അത് പേജല്ല, ഇതുപോലുള്ളൊരു ബോക്സ് വരും. അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഫോർഗോട്ട് പാസ്വേഡ് വർക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാതെ ആ ഒരു ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു റെഡ് കളറിൽ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നൽകി നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ്, അതായത് അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ചെക്ക് ആക്സെപ്റ്റഡ് ഡാറ്റ, അതായത് ആക്സെപ്റ്റഡ് ഡാറ്റ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ആ ഒരു ബട്ടണും ഉണ്ടാവും. അപ്പോൾ ഇൻഡെക്സ് മാർക്കിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഈ ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക്, നോർമലൈസ്ഡ് സ്കോർ എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണാം. നോർമലൈസ്ഡ് സ്കോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലൈസ്ഡ് സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു +2 ലഭിച്ച മാർക്കിനെ നോർമലൈസ് ചെയ്തതാണ്. അതായത് നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു മാർക്കിനെ, അതായത് 120-ലായിരിക്കും ഈ ഒരു നിങ്ങളുടെ CE TE PE മാർക്ക് ടോട്ടൽ ഒരു വിഷയത്തിന് വരിക. അതിനെ നിങ്ങൾ 1.2 കൊണ്ട് ഹരിക്കുക. അതായത് 1.2 കൊണ്ട് ഹരിക്കുക. 1.2 കൊണ്ട് ഹരിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കിട്ടുന്ന വില എത്രയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ മാർക്കിനെ ടോട്ടലായിട്ട് അതിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോർമലൈസ്ഡ് മാർക്ക് കാണാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയും അതുപോലെ തന്നെ അതിനോടൊപ്പം ബയോളജിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ മാത്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ സൈക്കോളജിയോ, അതായത് ഈ ഒരു സൈക്കോളജിയോ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ്, അത് നിങ്ങൾ ഈ ഒരു ഇത്രയും കോഴ്സിൽ, ബയോളജിക്ക് പകരം ഇത്രയും കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു മുഴുവൻ കോഴ്സുകളും കുറേ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് +2 കിട്ടിയത് ആ ഒരു മാർക്കിൻ്റെ ആ ഒരു നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും നിങ്ങളുടെ BA SLP കോഴ്സിന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിനോടൊപ്പം കൂട്ടിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പല വിദ്യാർത്ഥികളുടെയും മാർക്ക് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ICSE അതുപോലെ തന്നെ CBSE വിദ്യാർത്ഥികളുടെ ഈ ഒരു നോർമലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. കാരണം പല വിദ്യാർത്ഥികൾക്കും 100-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ 100-ൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നോർമലൈസേഷൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ, അതായത് ഒരു വിഷയത്തിന്, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ലഭിച്ചത് 100-ൽ 85 മാർക്കാണ് കിട്ടിയത് എന്ന് കരുതാം. 100-ൽ 85 ആണെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നത് 85 × 100/99. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഒരു വിഷയത്തിന് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ വിഷയത്തിന് കിട്ടുന്ന മാർക്കിനെയും ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ഇൻഡെക്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് 1-ഉം റാങ്ക് ലിസ്റ്റ് 2-ഉം തമ്മിൽ ഡിഫറൻറ്റ് വരാനുള്ള ആ ഒരു കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സ് മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ LBS സെൻറ്ററിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള പരാതികൾ നിങ്ങൾ lbstvm@gmail.com എന്നുള്ള ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക. അതുപോലെ തന്നെ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്, അത് നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ LBS സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. LBS സെൻറ്ററിൻ്റെ കോൺടാക്ട് നമ്പർ പ്രോസ്പെക്ടസിൽ 75-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കോൺടാക്ട് എസിലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.